പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 89ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദേവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണസിയെ നമ്മുടെ ഇടയിൽ ദൈവൻ സൃഷ്ടിക്കായി കടന്നിട്ടുള്ളത് പാസ്റ്റർ അലക്സാണ്ടർ ജോർജ് ആണ്. പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ റിയാദിൽ നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. പ്രിയ ദേവദാസൻ റിയാദ് ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കർത്താവ് പ്രിയ ദേവദാസനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമേറിയ നാമം ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, വിശേഷിച്ചാൽ ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന പ്രിയ ഡെന്നി ബ്രദറിനും സിജി സിസ്റ്റർക്കും പ്രിയ മാതാവിനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവം അവസരമൊരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയുന്നത് എൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. ഞാൻ കഴിയുന്നതും എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. കാരണം ഞാൻ ഈ ഓൺലൈൻ മീറ്റിങ്ങിലൊന്നും അധികം ശുശ്രൂഷിച്ച് പരിചയമില്ല. ആൾക്കാരെ കണ്ട് അവരോട് വചനം പറയുന്നത് ഒരു ശീലമാണ് എനിക്കുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ നോക്കിയായിരിക്കും നിങ്ങളോട് വചനം സംസാരിക്കുന്നത്. ഈ ക്യാമറ ഓൺ ചെയ്ത് വെക്കുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുന്നു. ഈ മൊബൈല് ഒരിടത്ത് വെച്ചാൽ നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചലിക്കുമ്പോഴൊക്കെ നോക്കുന്നവർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ണിന് ഒരു ബുദ്ധിമുട്ട്, ഇറിറ്റേഷൻ തോന്നുന്നതുകൊണ്ട് മാത്രമേ പറഞ്ഞത്. സാധാരണ സംഘാടകർ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. ഏതായിരുന്നാലും ഞാൻ അതൊന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. കാരണം അത് നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ച് ആയിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ ഈ തിരക്കിനിടയിലും ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ നിങ്ങളിതിൽ പങ്കെടുക്കുന്നത് ഓർത്ത്, പ്രത്യേകിച്ച് പ്രസാദ് ബ്രദറിനെയും ബിനു ബ്രദറിനെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ തിരക്കിനിടയിലും അവർ സ്തോത്രം ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം കേൾക്കുവാനും വളരെ പ്രതീക്ഷയോടെ കടന്നു വരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരി എന്നെ പരിചയപ്പെടുത്തി, അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യാദൃശ്യമായിട്ടൊരു എൻ്റെ സുഹൃത്തായ തോമസ് പാസ്റ്റർ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഇവർ പാർക്കുന്ന ഭവനത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു പോകാൻ ഇടയായിത്തീർന്നു. ഞാൻ 17 വർഷം കൊണ്ട് സൗദി അറേബ്യയുടെ പല സ്ഥലങ്ങളിൽ പാർത്തുകൊണ്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ തന്നെ കർത്താവ് ഒരുക്കുന്ന സാഹചര്യങ്ങളനുസരിച്ച് ദൈവം നൽകിയ കൃപയ്ക്കൊത്തവണ്ണം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ 99 മുതൽ ശരിക്കും പറഞ്ഞ 96 മുതൽ ശുശ്രൂഷയിലാണ്. ഞാൻ സൗദി അറേബ്യയിൽ വന്നതാണ് 2007 വന്നത്. എനിവേ അതൊന്നും നമ്മുടെ പ്രതിപാദ വിഷയമല്ലല്ലോ. സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനൊരു സഭാ ശുശ്രൂഷകനല്ലാത്തത് കൊണ്ടാണ് പാസ്റ്റർ എന്ന് പറയണ്ട എന്ന് സിസ്റ്ററോട് പറഞ്ഞത്. എന്നെ ഒരു സഹോദരൻ, ഒരു സുവിശേഷകൻ എന്നൊക്കെ അറിയുന്നതിലാണ് എനിക്ക് വളരെ സന്തോഷം. ഞാൻ ഈ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നവംബർ മുതൽ വിസിറ്റിംഗ് വിസയിൽ വൈഫ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ മാസം 5-ാം തീയതി എൻ്റെ മകനും ചെറിയൊരു വെക്കേഷനോടൊപ്പം വന്നതിൽ അവൻ്റെ കമ്പനിയിൽ നിന്ന് ലീവ് എടുത്ത് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു. ഇങ്ങനെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഞാൻ മുഖവുരകൾ പറഞ്ഞ് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയ ഡെന്നി ബ്രദറിനും സിജി സിസ്റ്റർക്കും പ്രിയ മാതാവിനും ദൈവം കൊടുത്ത ദർശനത്തിനനുസരിച്ച് ഇങ്ങനെ സ്തോത്ര ഹാലലുയ ഗോഡ് ഈസ് ലവ് പ്രെയർ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു ഓൺലൈൻ ഫെലോഷിപ്പ് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം അവർക്ക് ദൈവം കൊടുത്ത കാഴ്ചപ്പാടിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 88 മീറ്റിങ്ങും അനുഗ്രഹമായി നടന്നു.
ഈ 89ാമത്തെ മീറ്റിങ്ങും നന്നായി നടക്കണമെന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സ്തോത്രം. ഇന്ന് വ്യത്യസ്തമായ നിലയിൽ ദൈവവചനത്തിൽ നിന്ന് അല്പനേരം ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരൊക്കെയും ഈ മീറ്റിങ്ങിലുണ്ട്. നമ്മുടെ തിയോളജിക്കലായിട്ടോ അല്ലെങ്കിൽ പ്രസംഗ ശാസ്ത്രപ്രകാരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കാര്യങ്ങളൊക്കെ ഒത്തുവരുമെന്ന് തോന്നുന്നില്ല. എനിവേ, കർത്താവ് നൽകിയ ചില ചിന്തകൾ ഈ നാളുകളിൽ എന്നെ ഭരിക്കുന്ന ചില ആലോചനകൾ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. വിശേഷിച്ചാൽ ഇന്ന് പാട്ട് പാടിയ ആ മകനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ആ കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. ആ സഹോദരനെയും മാതാവിനെയും ദൈവം ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. അനേകരുടെ മധ്യേ ഇനി കർത്താവിന് വേണ്ടി പാടുവാൻ, വർഷിപ്പുകൾ ലീഡ് ചെയ്യുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവ് പ്രിയ മാതാവിനെ സഹോദരനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവം ഇത്രത്തോളം ബലപ്പെടുത്തുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് അല്പനേരം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് എഫെസ്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ തന്നെ യോഹന്നാൻ സുവിശേഷം 10:10 മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് സ്തോത്രം 2 ഭാഗത്തിൽ നിന്നും സ്തോത്രം വേറെ ചില വാക്യങ്ങളിലൂടെ കോട്ട് ചെയ്ത് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, പുരുഷാരത്തെ കണ്ട് അവരോട് മത്സരിഞ്ഞ് അവരോട് സംസാരിച്ച കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. വചനം അങ്ങയുടേതാകുന്നു. കർത്താവ്, അടിയൻ അങ്ങയുടെ ദാസൻ. കേൾക്കുവാനിരിക്കുന്ന ഓരോരുത്തരും അങ്ങയുടെ രക്തത്തിൻ്റെ മറുവിലയാണ്. കർത്താവ്, ഈ വചനത്തെ ഞങ്ങൾക്ക് വിഭാഗിച്ച് നൽകണം. അത് ഭക്ഷിച്ച് ബലപ്പെട്ട് ഞങ്ങൾ ദൈവനാമമഹത്വത്തിനായി ഈ നാളുകളിൽ ഈ ദുഷ്ടലോകത്തിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് സമൃദ്ധിയായ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിത്യതയ്ക്ക് യോഗ്യരായി തീരുവാൻ തക്കവണ്ണം നാളുകൾ ഞങ്ങൾ ഹല്ലേലൂയ കർത്താവെ അഭിവൃദ്ധിയിലേക്കും ബലത്തിലേക്കും വരുവാൻ എൻ്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. വചനധ്യാനത്തിൻ്റെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്താൻ ഉദ്യമിക്കുന്ന സമസ്ത അന്ധകാര ശക്തികളെയും ദുഷ്ടവ്യാപാര മണ്ഡലങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളെ ശാസിച്ച് ബന്ധിക്കുകയാണ്. കർത്താവ് ഇത്രത്തോളം സഹായിക്കുക, അനുഗ്രഹിച്ച് ചെയ്തതിനായ സ്തോത്രം. പ്രാർത്ഥന കേട്ടിയ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ എന്ന് ഒരു സ്തോത്രം സന്ദേശം ദൈവം ഈ 2025 പ്രാരംഭത്തിൽ എനിക്ക് നൽകി. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ അനുദിനം നടക്കുന്ന സംഭവങ്ങളെ ഓർക്കുമ്പോൾ ഈ വാക്യം, ഈ കാര്യം നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതാണ്. സ്തോത്രം. ഇത് ശരിക്കും ഒരു ദുഷ്കാലമായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി നോക്കുമ്പോൾ, ഓരോ ദിവസം നമ്മൾ പത്രം തുറന്നു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ടി വിയിലെ വാർത്താ ചാനലുകൾ തുറന്നു നോക്കുമ്പോൾ, നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ അവിടെ എല്ലാം കാണുവാൻ കഴിയുന്നത് ഇത് ശരിക്കും ഒരു ദുഷ്ടകാലമാണ് എന്ന് മനസ്സിലാകത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങളാണ് അവിടെ കാണുന്നത്. സ്തോത്രം. ഇനി ഈ തലമുറയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. വല്ലാത്ത ഒരു തലമുറ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഈ തലമുറ വ്യഭിചാരവും കോട്ടവുമുള്ള തലമുറയാണ്. അവര് ചില അടയാളങ്ങൾ ചോദിക്കുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ വളരെ വഷളത്വം നിറഞ്ഞ ഈ തലമുറയിൽ
സ്തോത്രം. ഹല്ലേലൂയ. എന്നെ സന്തോഷമുണർത്തിയ ഒരു കാര്യം, സ്തോത്രം, അഭിഷേകം എന്ന് പറയുന്ന ആ പൈതൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് വേണ്ടി പാടുവാൻ, അത് നിലകൊള്ളുവാനിടയെ തീർന്നതിനെ ഓർത്ത് ഞാൻ ശരിക്കും ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഞാൻ പറയുന്നതിന്റെ താല്പര്യം, സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് നാം, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടതാണ്. നമ്മുടെ നാട്ടിലല്ല, അത് അമേരിക്കയിലാണ്. 4 വയസ്സായ ഒരു കൊച്ച്, അത് പോലീസിന്റെ എമർജൻസി കൺട്രോൾ റൂമിൽ ഫോൺ ചെയ്യാണ്, എൻ്റെ അമ്മ ദുഷ്ടയാണ്, വന്ന് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് ജയിലിൽ അടയ്ക്കണം. സ്തോത്രം. അതിന് കാരണം വളരെ നിസ്സാരമാണ്. ആ 4 വയസ്സുള്ള പൈതലിന്റെ സ്തോത്രം, ഐസ്ക്രീം അമ്മ കഴിച്ചു. ഏതായിരുന്നാലും ഈ മെസ്സേജ് പ്രകാരം പോലീസുകാർ വീട്ടിൽ വന്നു, കാര്യങ്ങൾ അറിഞ്ഞു, മനസ്സിലാക്കി. സ്തോത്രം. ഞാൻ പിന്നെ അവന്റെ മനസ്സ് മാറിയിട്ട് പറയുന്നത്, അമ്മയെ വെറുതെ വിട്ടേരെ, കൊണ്ടുപോകണ്ടെന്ന്. ഞാൻ പറഞ്ഞ താല്പര്യം, നമ്മുടെ കേരളത്തിൽ ഇതിനിടയ്ക്ക് നടന്നില്ലേ, 4 വയസ്സുള്ള ഒരു കുഞ്ഞ് 4 കിലോമീറ്ററോ 5 കിലോമീറ്ററോ നടന്ന് പോലീസ് സ്റ്റേഷൻ എന്ന് വിചാരിച്ചിട്ട് ഫയർ സ്റ്റേഷനിൽ പോയിട്ട് അമ്മയുടെ പേരിൽ പരാതി കൊടുക്കുന്നു. സ്തോത്രം. അത് കുഞ്ഞുങ്ങളായതുകൊണ്ട് അത്രയുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ പത്രത്തിൽ കണ്ടു, ഹല്ലേലൂയ, അപ്പനെ ചവിട്ടിക്കൊന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതേ, സ്തോത്രം. 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അപ്പനെ 28 വെട്ടിക്കൊന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മുടെ തിരുവനന്തപുരത്ത് വെള്ളറടയിൽ നടന്ന സംഭവം. സ്തോത്രം. അത് നമുക്ക് അടക്കത്തിൽ പറയുകയാണെങ്കിൽ, സമാധാനത്തിൽ പറയുകയാണെങ്കിൽ, അത് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നടന്നതാണ്. ഒന്നുകൂടെ അടുത്ത് പറയുകയാണെങ്കിൽ പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ നടന്ന സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യ, സ്തോത്രം, ഹല്ലേലൂയ, ഈ കള്ളൻ വരുന്നത്, അല്ലെങ്കിൽ ദുഷ്ടൻ വരുന്നത്, പിശാച് വരുന്നത് മോഷ്ടിക്കാനും അറുക്കുവാനും മുടിക്കുവാനുമാണ് വരുന്നത്. സ്തോത്രം. അങ്ങനെയുള്ള ഈ ദുഷ്ടകാലത്ത്, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വന്നത്, അതേ, ഹല്ലേലൂയ, ജീവൻ നൽകുവാനാണ്. സമൃദ്ധിയായ ജീവൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാനാണ് നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തു വന്നത്. അപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അതെ, അപ്പനെ വെട്ടിക്കൊല്ലുന്നു, അമ്മയെ വെട്ടിക്കൊല്ലുന്നു. അമ്മയെ വെട്ടിക്കൊന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ എന്നെ ജനിപ്പിച്ചതിന്, അല്ലെങ്കിൽ പ്രസവിച്ച് വളർത്തിയതിന് പ്രത്യുപകാരമായിട്ട് ഇതിരിക്കട്ടെ. ബെഞ്ഞാറമ്മോട്, സ്തോത്രം, ഹല്ലേലൂയ, 6 പേരെ കൊല്ലുവാൻ ശ്രമിച്ചു, 5 പേര് മരിച്ചു. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഏത് കാര്യത്തോടും നമ്മൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഇവർ ഒന്നുകിൽ ലഹരിക്കടിമയായിരിക്കും, അല്ല എങ്കിൽ സാത്താൻ സേവയുടെ ആൾക്കാരായിരിക്കും. സ്തോത്രം. അപ്പൊ സാത്താൻ സേവയുടെയോ ലഹരിക്ക് അടിമയായിരിക്കുന്ന ഈ തലമുറയിൽ, സ്തോത്രം, ഹല്ലേലൂയ, മദ്യത്തിനും മയക്കുമരുന്നിനും, അതേ, സ്തോത്രം, ഹല്ലേലൂയ, അതേ, ഇങ്ങനെ രാസ കെമിക്കലുകളായിരിക്കുന്ന, അതേ, സ്തോത്രം, മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിച്ച് സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിച്ച് ഈ ദുഷ്കാലം, സ്തോത്രം, ഹല്ലേലൂയ, വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, നാം ഓരോരുത്തരും സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു ഇരുണ്ട കാലം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഇരുട്ടിന്റെ നാളുകൾ കടന്നു വരുവാൻ പോകുന്നു. അപ്പോൾ അല്പം വെളിച്ചമുള്ള ഈ സമയത്ത്, ഹല്ലേലൂയ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയുടെ ഉത്തരവാദിത്വത്തോടെ കർത്താവിന് വേണ്ടി നാം പ്രയോജനപ്പെടുകയും, ഹല്ലേലൂയ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ അരുമനാഥനായ കർത്താവ് യെരൂശലേം പുത്രിമാരോട് ഇങ്ങനെ, അത് ക്രൂശും ചുമന്നു പോകുന്ന സമയത്ത് പറയാണ്, എന്നെ ചൊല്ലി നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. നാളുകളിൽ, സ്തോത്രം, ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, നമ്മള് സ്തോത്രം, ഹല്ലേലൂയ, ദൈവവചനം പഠിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കുറിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, സങ്കീർത്തനത്തില് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെയാണ്, ഹല്ലേലൂയ, മക്കൾ യഹോവ തരുന്ന അനുഗ്രഹമാണ്, അത് ദൈവം തരുന്ന ഉദരഫലമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവം തരുന്ന 127 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന 3-ാം വാക്യത്തിൽ, മക്കൾ യഹോവ നൽകുന്ന അവകാശവും
ഉദരഫലവും അവൻ തരുന്ന പ്രതിഫലമാണ്. ഹല്ലേലൂയ. ഒരു യുവാവും യുവതിയും ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന അത് രണ്ടുപേര്, ഹല്ലേലൂയ, ദൈവം അവരെ, ഹല്ലേലൂയ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ച് അവര് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് അവരുടെ ഉദരഫലമായി ദൈവം അവരുടെ കുടുംബജീവിതത്തിൽ അവരെ അനുഗ്രഹിച്ച് അവർക്ക് നൽകുന്ന പ്രതിഫലമായി നൽകുന്നതാണ് ഈ സ്തോത്ര ഹല്ലേലൂയ മക്കൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് മക്കളെ ഓർത്ത് കരയുന്നവരായിരിക്കണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് പാട്ടുപാടി ആരാധന ലീഡ് ചെയ്ത അഭിഷേക് ബ്രദർ ഇങ്ങനെ പറഞ്ഞു, അവർ ഉറങ്ങുന്ന സമയത്ത് അപ്പൻ, സ്തോത്രം, ദേവദാസന് കടന്നു വന്ന് തലയൊക്കെ വെച്ച് ആ കുഞ്ഞായിരിക്കുന്ന കാലത്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന്. സ്തോത്ര ഹല്ലേലൂയ. അപ്പൊ മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സ്തോത്ര ഹല്ലേലൂയ. ഞാന് ഹല്ലേലൂയ ദൈവവചനത്തില് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിഷയങ്ങളുമായിട്ട് ചിന്തിച്ച് വേഗത്തിൽ സ്തോത്ര ഹല്ലേലൂയ ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒന്ന്, ഹല്ലേലൂയ, അത് ഹന്നായ്ക്കും എൽക്കാനയ്ക്കും മക്കൾ ഉണ്ടായിരുന്നില്ല. സ്തോത്ര ഹല്ലേലൂയ. ഹന്നയ്ക്ക് മക്കളില്ലാതിരുന്ന സമയത്ത് എൽക്കാനയുടെ മറ്റ് ഒരു ഭാര്യയായ പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു. അവൾ എപ്പോഴും ഹല്ലേലൂയ ഹന്നയ്ക്ക് പ്രതിയോഗിയായി നിന്ന് ഹന്നയെ പഴിച്ചും ദുഷിച്ചും കൊണ്ട് നിൽക്കുവാനിടയെത്തുന്നു. എന്നാൽ ഈ സ്തോത്ര ഹല്ലേലൂയ ഹന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാനിടയെത്തുന്നു. ആ കാലത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ആ കാലത്ത് യഹോവയുടെ, അതേ സ്തോത്ര ഹല്ലേലൂയ, യഹോവയുടെ വചനം സ്തോത്രം 1 ശമൂവേല് 3:5 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനവും ഏറെയില്ലായിരുന്നു. ദൈവത്തിന്റെ വചനം അതേ ദൈവത്തിന്റെ ജനത്തിനിടയിൽ നന്നായിട്ട് കിട്ടാത്തൊരു കാലമായിരുന്നു. ദർശനവും വെളിപ്പാടും ഒന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. അതേ സ്തോത്രം. ആ കാലത്തിൽ സംഭവിച്ചിരുന്ന ഏലി പുരോഹിതന്റെ മക്കൾ, സ്തോത്ര ഹല്ലേലൂയ, ഏലി പുരോഹിതന്റെ മക്കൾ, അതേ സ്തോത്രം, പുരോഹിതനായിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്റെ പാത പിൻപറ്റി അടുത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ആലയത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കേണ്ട, ശുശ്രൂഷിക്കേണ്ട ഈ ദൈവത്തിന്റെ അഭിഷിക്തന്റെ മക്കളായിരിക്കുന്ന അതേ സ്തോത്രം ഏലിയുടെ പുത്രന്മാര് ദൈവത്തിന്റെ ആലയത്തിൽ അതേ ശുശ്രൂഷിക്കാൻ അല്ലെങ്കിൽ വൃത്തിയാക്കാനൊക്കെ നിൽക്കുന്ന, ഹൗസ് കീപ്പിംഗ് നിൽക്കുന്ന അതേ സഹോദരിമാരുമായിട്ട് ചില അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് അവർ സ്തോത്രം ഹല്ലേലൂയ അതേ സദാചാരത്തിന് നിരക്കാത്ത അതേ സഭ്യമല്ലാത്ത ബന്ധങ്ങൾ നിലനിർത്തി ദുർനടപ്പ് ആചരിച്ചു പോരുന്നു. മാത്രമല്ല ആരെങ്കിലും അതേ സ്തോത്രം ആടുമാടുകളെ അവിടെ യാഗം കഴിക്കാൻ വന്നാൽ അതിൻ്റെ നല്ല ഭാഗം വേണമെന്ന് പറഞ്ഞ് അവർ ശാഠ്യം വെച്ച് മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്തുകൊണ്ട് അവരെ തന്നെത്താൻ തിന്ന് തടിച്ചു കൊഴുത്ത് ദൈവത്തിന് പ്രയോജനമില്ലാത്ത, ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു ജീവിതം നയിച്ച് ഈ ഒഫ്നിയും ഭീനാകാസും പോവുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ആ വേദപുസ്തകം പഠിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ പറയുന്നത്, ഹല്ലേലൂയ, അവരെ കൊല്ലുവാൻ ദൈവം കണ്ടിരുന്നത് കൊണ്ട് അവർക്ക് അപ്പോൾ ശിക്ഷകളൊന്നും കാര്യമായിട്ട് കൊടുത്തില്ല. അവരെ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിടുവാനിടയെ തീർന്നു. നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ല, ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, പിന്നെ തള്ളിക്കള. സ്തോത്രം. വേറെ ഒന്നുകൊണ്ട് പറയുന്നു. സ്തോത്രം. അടിക്കുന്ന വഴിക്ക് പോയില്ലെങ്കിൽ പോകുന്ന വഴിക്ക് അടിച്ചങ്ങ് വിടുക. സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ഹിതപ്രകാരം അടുത്ത തലമുറയിൽ ഇസ്രായേലിന്റെ പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ കണ്ടിരുന്ന അതേ ഏലിയുടെ പുരോഹിതന്മാരെ അതേ ആസാത്മികമായിട്ട് ധാർമ്മികമായിട്ട് നശിച്ച് അവര് ഈ ലോകപ്രകാരം അതേ ദൈവഹിതത്തിന് ചേരാത്ത സകല ദുർമാർഗങ്ങളിലും അവര് ജീവിച്ചുകൊണ്ട് അവര് ജീവിതം മുന്നേറുവാനിടയെ തീർന്നു. ഇത് കണ്ട് ഭാരപ്പെട്ട പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയില് സാക്ഷ്യമുള്ള ഹന്ന ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയുണ്ട്. സ്തോത്രം ഹല്ലേലൂയ.
ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ഹല്ലേലൂയ ഹന്ന പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവയോട് അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയന് മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ താൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ 1 ശമൂവേൽ 1:10 ഇങ്ങനെ പറയുന്നു, അവൾ മാനവവസനത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ഇവിടെ ദൈവസന്നിധിയില് മനോവസനത്തോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഏലി പുരോഹിതൻ ആസനത്തിൽ ഇരിക്കുവായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹന്നയുടെ മുഖത്തേക്ക് നോക്കി അവിടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് കണ്ടുവന്ന് പറയുന്നു, ഇവളുടെ വീഞ്ഞ് അല്ലെങ്കിൽ മദ്യം, ഇവളുടെ ലഹരി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവളെ ശാസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സ്തോത്രം. ഹല്ലേലൂയ. 10-ാം വാക്യത്തിൽ അവള് ദൈവസന്നിധിയിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ഞാൻ വീഞ്ഞോ മദ്യമോ അത് കഴിച്ചിട്ടില്ല, ഞാനൊരു നീച സ്ത്രീയല്ല, ഞാൻ മനോവസനമുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ അതേ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എനിക്കൊരു മകനെ തരണമെന്ന്. ഒന്ന് നോക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. മക്കളില്ലാത്ത കാരണം തൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യയായിരിക്കുന്ന പെനീന ഓരോ നിമിഷവും അവളെ വ്യസനിപ്പിച്ചും വേദനിപ്പിച്ച് അതേ പരിഹസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് സ്തോത്രം തുണ നിൽക്കാൻ ഘട്ടത്തിന് നിൽക്കുവാൻ വേണ്ടി ഒരു പെൺപൈതലിനെ കിട്ടിയിരുന്നെങ്കിൽ അതല്ലേ കുറച്ചുകൂടെ നല്ലത്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. പെനീനയോട് പകരം വീട്ടുവാൻ പെനീനയ്ക്ക് 1 പറയുമ്പോൾ 9 പറഞ്ഞ് പിന്നെ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി കട്ടയ്ക്ക് നിൽക്കാൻ വേണ്ടി ഒരു പെങ്കൊച്ചായിരുന്നെങ്കിൽ നല്ലതാണ് എന്ന് ചിന്തിക്കാമായിരുന്നു. എന്നാൽ ഹന്ന പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, നീ ഒരു പുരുഷ സന്താനത്തെ തന്നാൽ ജീവപര്യന്തം നിന്റെ ആലയത്തിൽ നിൽക്കും. നിന്റെ ആലയത്തിൽ നിൽക്കേണ്ടവരിന്ന് ഹല്ലേലൂയ ആലയത്തിന്റെ വാതിക്കൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക്കാരത്തികളുമായിട്ട് ദൈവവചനത്തിന് വിരുദ്ധമായി ദുർമാർഗത്തിൽ ഏർപ്പെട്ടും ദൈവാലയത്തിൽ കൊണ്ടുവരുന്ന അതേ സ്തോത്രം ആരാധനയ്ക്ക് കൊണ്ടുവരുന്ന യാഗ അർപ്പിത വസ്തുക്കളെ അവർ അപഹരിച്ചു കൊണ്ടുപോയിട്ട് ദൈവത്തിന് ഹിതമില്ലാത്ത, ദൈവത്തെ അതേ വെറുപ്പിക്കുന്ന, ദൈവത്തിന് വിരോധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇത് കണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഹന്ന ദൈവസന്നിധിയിൽ പറയുകയാണ്, നീ ഒരു പുരുഷ സന്താനത്തെ നൽകിയ വരും കാലങ്ങൾ ദൈവവചന പ്രകാരം, വ്യവസ്ഥ പ്രകാരം, കൽപ്പന പ്രകാരം ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷിക്കുവാൻ, ഇസ്രായേലിൽ ശുശ്രൂഷിക്കുവാൻ, ഹല്ലേലൂയ ദൈവമക്കൾക്ക് വേണ്ടി ഇടുവിൽ നിൽക്കുവാൻ, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥ നിൽക്കുന്ന ഒരു പുരുഷ സന്താനത്തെ നീ നൽകിയാൽ അതിനെ നിന്റെ ആലയത്തിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഞാൻ അവനെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് സമർപ്പിക്കും. ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം ദൈവം നമ്മുടെ അത് ഒരു കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് അതിൻ്റെ ഉദരഫലമായിട്ട് അനുഗ്രഹമായിട്ട് പ്രതിഫലമായി തരുന്ന കുഞ്ഞിനെ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കണം. ആ ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ച ഇയ്യോബിന് മാത്രമേ ഈ മക്കൾ അതേ സ്തോത്രം കർത്താവ് ഒരുപക്ഷെ തിരിച്ചെടുത്താലും ഇയ്യോബ് പറഞ്ഞു, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം ഹല്ലേലൂയ. മക്കൾ എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്, എൻ്റെ അപ്പനും അമ്മയൊക്കെ പണ്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മക്കളെയും മാമ്പൂവിനെയും കണ്ട് ആശ വയ്ക്കാൻ പാടില്ല. മക്കളെയും മാമ്പൂവിനെയും കണ്ടാൽ ആശ വയ്ക്കാൻ പാടില്ല. മാവ് പൂക്കുന്ന കാലത്ത് നിറച്ച് മാവ് പൂക്കും. സ്തോത്രം ഹല്ലേലൂയ. നല്ല ഒരു ഹല്ലേലൂയ ഒരു മഴ, ചാറ്റമഴ പെയ്ത് കഴിഞ്ഞാൽ
എല്ലാ മാവിന്റെ പൂവും ചെറിയ കായും എല്ലാം ഇങ്ങ് താഴെ പോരും. സ്തോത്ര ഹാലലിയ. അപ്പോൾ ഹാലലിയ, പ്രതികൂലമായ കാറ്റ് വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ഇന്ന് ഈ നമ്മുടെ നാടിന്റെ വിപത്തായിരിക്കുന്ന ആ ലഹരി ഉപയോഗത്തിന്റെ ആ കാറ്റ് കുഞ്ഞുങ്ങളെ അടിക്കുമ്പോൾ, അതേ സ്തോത്ര, ഈ ഇടയ്ക്ക് നമ്മൾ കേട്ടതാണല്ലോ, 12 വയസ്സുള്ള ഒരു കുട്ടി 10 വയസ്സുള്ള തൻ്റെ അനുജത്തിക്ക് മയക്കുമരുന്ന് MDMA കൊടുത്തു എന്ന്. സ്തോത്ര ഹാലലിയ. അവനിത് സുലഭമായി കിട്ടുന്നു. അവൻ രാത്രിയിൽ സൈക്കിളും എടുത്തുകൊണ്ട് പുറത്തു പോകുന്നു. മാതാപിതാക്കൾ ഉറങ്ങിക്കഴിയുമ്പോൾ അവനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു. അതിന് കുഞ്ഞനുജത്തിക്ക് ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്ന ഈ കാലത്തെയാണ് ഇത് ദുഷ്കാലമാകയാൽ ഹാലലിയ, അതെ, സമയം തക്കത്തിൽ നാം ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്തോത്രം ഹാലലിയ, ദൈവമക്കളെ സ്തോത്രം അത് സ്തോത്രം 42 വയസ്സായിരിക്കുന്ന അതേ സ്തോത്രം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കിളവൻ സ്തോത്രം ഹാലലിയ വെറും 14 വയസ്സായ കുഞ്ഞിനെ പ്രണയിച്ചു കൊണ്ടുപോയി. സ്തോത്രം രണ്ടുപേരും തൂങ്ങി മരിച്ച് അതേ വനത്തിൽ നിൽക്കുന്ന നമ്മൾ കാണുവാൻ കഴിയുക. ഇതാണ് ഈ ദുഷ്കാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സ്തോത്രം ഹാലലിയ. അതെ, ഈ തലമുറ അതേ സ്തോത്രം വക്രതയുള്ളതായി, അതേ സ്തോത്രം കോട്ടമുള്ളതായി, സ്തോത്രം ഹാലലിയ, അതേ വ്യഭിചാരമുള്ളതായി, അതേ ദൈവത്തിന്റെ സന്നിധിയില് അക്രമസക്തരായി, സ്തോത്രം ഹാലലിയ, ഈ നിൽക്കുന്ന തലമുറയിൽ സ്തോത്രം ഹാലലിയ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹാലലിയ നാളുകളിൽ തലമുറയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി കണ്ണുനീരോടെ കരഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ മാത്രമേ ഹാലലിയ സ്തോത്രം ഹാലലിയ. ഇവിടെ ഹന്നയെ കുറിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ ഹന്നയെ കുറിച്ച് ഞാൻ അത് അഭിമാനം കൊള്ളുന്ന ഒരു കാര്യം ഇതുകൊണ്ട്. സ്തോത്രം ഹാലലിയ, ശമൂവേൽ ബാലനെ തനിക്ക് ലഭിക്കുന്നതിന് മുമ്പേ ഈ ശമൂവേൽ ബാലന് വേണ്ടി പ്രാർത്ഥിക്കുന്നവളായിരുന്നു. അതാണ് സ്തോത്രം ഹാലലിയ. 1-ാം അധ്യായത്തിൽ തന്നെ ഹന്ന പറയുന്ന ഒരു കാര്യം ഇങ്ങനെയുണ്ട്. സ്തോത്രം ഹാലലിയ, ഹാലലിയ സ്തോത്രം. എന്തുവാ അവിടെ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം ഹാലലിയ, എനിക്ക് തോന്നുന്നു സ്തോത്രം 1:26 തോന്നുന്നു. അവനോട് പറഞ്ഞത്, യജമാനനെ സ്തോത്രം യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ടാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചത്. ഒരു ദിവസം ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഇവളുടെ സ്തോത്രം ഹാലലിയ വീഞ്ഞിന്റെ മത്തിലാണ് ഈ സഹോദരി ഇരിക്കുന്നതെന്ന് പറഞ്ഞ് വീഞ്ഞിന്റെ ലഹരി ഇറക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ത്രീ ഞാനാകുന്നു. അത് മുലകുടി മാറിയപ്പോ ആ ശമൂവേൽ ബാലനെ കൊണ്ടുവന്ന് ദൈവത്തിന്റെ ആലയത്തിൽ അതേ ഏലി പുരോഹിതന്റെ അടുക്കൽ നിർത്തിയിട്ട് പറയാണ്, ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് ഈ ബാലനായിട്ടാണ്. അതായത് ഞാൻ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബാലനെ ഞാൻ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. അന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ബാലനെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബാലന് എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. കാരണം അതേ സ്തോത്രം ഇങ്ങനെ പറഞ്ഞ്, ഞാൻ വീഞ്ഞോ മദ്യവും ഉപയോഗിച്ചിട്ടില്ല, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ പകരുകയത്രേ ചെയ്തത്. മാതാക്കളെ അതേ സ്തോത്രം ഹാലലിയ, നാളിൽ ഞാനും നിങ്ങളും ഹാലലിയ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രിയ മാതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക, സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നാം ദൈവസന്നിധിയിൽ മനോവസനത്തോടെ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുകയാണെങ്കിൽ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ദർശനങ്ങൾ, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആലോചനകൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ കണ്ട കർത്താവ് നാം എങ്ങനെ ജീവിക്കണം, നമുക്ക് എന്ത് നന്മയുണ്ടാകണം, നമുക്ക് എന്ത് അനുഗ്രഹം ഉണ്ടാകണം, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താകണമെന്ന്, നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ആയിത്തീരുമെന്നുള്ളത് ദൈവത്തിന്റെ തിരുഹിതത്തിലുള്ള പ്ലാനുകളെ, പദ്ധതികളെ നാം ദൈവസന്നിധിയിൽ ഹൃദയം പകരുമ്പോ ദൈവം തന്റെ ഹൃദയത്തിരിക്കുന്ന നമ്മെ കുറിച്ചും നമ്മുടെ തലമുറയെ കുറിച്ചുള്ള വ്യക്തമായ ആലോചനകൾ, വ്യക്തമായ പ്ലാനുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം നമുക്ക് പറഞ്ഞു തരുവാനിടയെത്തിരും. അങ്ങനെ പകർന്നു കിട്ടിയ ആ ദർശനപ്രകാരമാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പറയാ, ഈ ബാലനായിട്ടാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചത്.
ഞാൻ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബാലനെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവൻ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ ആത്മീയ കണ്ണുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. മക്കളില്ലായിരുന്നു, കിട്ടിയതാണ്. അതെ, സ്തോത്രം, ഹല്ലേലൂയ. ഏതായാലും അടുത്ത് കിട്ടുന്നതിന് ഞാൻ ദൈവത്തിന് കൊടുക്കാന്നല്ല, അവൻ മുലകുടി മാറിയപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ട് സമർപ്പിക്കപ്പെടുവാനിടയിൽ. സ്തോത്രം, ഹല്ലേലൂയ. ആ സമൂഹത്തിൽ എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. ആ ശമൂവേൽ ബാലനെ കുറിച്ച് പറയാണ്. ശമൂവേൽ ബാലനോ വളരും തോറും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി തീർന്നു. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ച് പ്രാപിക്കുന്ന ദൈവ പൈതലെ, ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ദൈവ പൈതലെ, വളരും തോറും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള കുഞ്ഞുങ്ങളായി വളരുവാനിടയത്തിലും. ഇന്ന് ഈ ദുഷിച്ച തലമുറയിൽ നാം ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നെങ്കിൽ വരും തലമുറ ദൈവസന്നിധിയിൽ പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി തീരുവാനിടയതിലും. ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെട്ടവരാണ്, നാം സ്നാനപ്പെട്ടവരാണ്, നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണ്. നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രയോജനമുള്ളവരായി നിൽക്കുമ്പോൾ നമ്മുടെ തലമുറ ദൈവത്തിന്റെ പാത പിൻപറ്റി ദൈവത്തിന്റെ സന്നിധിയിൽ അത് നിൽക്കുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആ നിലയിൽ എത്തിച്ചേരണമെങ്കിൽ സ്തോത്രം, നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. വഴിത്തലയ്ക്ക് താളർന്നും ക്ഷീണിച്ചും ഇരിക്കുന്ന പൈതങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുക എന്നുള്ള സ്തോത്രം അല്ല. വിലാപങ്ങളുടെ പുസ്തകത്തിലുള്ള വാക്യങ്ങൾ നമ്മൾ അത് മറന്നു പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ച് പ്രാപിച്ച ശമൂവേൽ ബാലൻ, ഇങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ശമൂവേൽ ബാലൻ, അവൻ വളരും തോറും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. ഈ ശമൂവേൽ മാത്രമാണ് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അനുഗ്രഹിക്കപ്പെട്ട 3 വിധമായ ശുശ്രൂഷകൾ ഒരേ സമയം ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജീവിച്ച ഒരേ ഒരു വ്യക്തിയോ അത് ശമൂവേൽ പ്രവാചകൻ മാത്രമാണ്. അത് ശമൂവേൽ പുരോഹിതൻ മാത്രമാണ്. അത് ശമൂവേൽ ന്യായാധിപൻ മാത്രമാണ്. ന്യായാധിപ ശുശ്രൂഷ അല്ലെങ്കിൽ ഭരണപരമായ ശുശ്രൂഷ, ഹല്ലേലൂയ, അതെ, ആത്മീയ ശുശ്രൂഷയായ പൗരോഹിത്യ ശുശ്രൂഷ, ആത്മീയ ശുശ്രൂഷയായ പ്രവചന ശുശ്രൂഷ, ഈ 3 വിധ ശുശ്രൂഷകളും ഒരുപോലെ ചെയ്തുകൊണ്ടിരുന്ന ഒരേ ഒരു വ്യക്തിയാണ് വിശുദ്ധ വേദ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ശമൂവേൽ മാത്രമാണ്. മറ്റ്, സ്തോത്രം, ഹല്ലേലൂയ, ദാവീദ് രാജാവായിരുന്നു, അത് താനും പ്രവാചകനുമായിരുന്നു. പക്ഷെ അവൻ പുരോഹിതനായിരുന്നില്ല. അവന്റെ കാലത്ത് പൗരോഹിത്യ ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടി പുരോഹിതന്മാരെ നിയമിക്കുകയായിരുന്നു ചെയ്തത്. സ്തോത്രം, ഞാൻ ഇത് എല്ലാം നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. അങ്ങനെ അതേ ശ്രേഷ്ഠ നിലയിൽ ശുശ്രൂഷിച്ച് ഭരിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, അതേ, സ്തോത്രം, ദേവാലയത്തില് യാഗകർമ്മങ്ങളും ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനെ ഹന്നയ്ക്ക്, അത് ഇസ്രായേൽ മക്കൾക്ക് കിട്ടണമെങ്കിൽ അതിന് പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഹന്ന ഉണ്ടായിരുന്നു. ആവശ്യബോധത്തോടെ ദൈവസന്നിധിയിൽ കരയുന്ന ഒരു ഹന്ന ഉണ്ടായിരുന്നു. എന്നാൽ ഹന്നയ്ക്ക്, അതേ, സ്തോത്രം, ഹല്ലേലൂയ, സ്വസ്ഥമായി ഹന്ന ഇരുത്താത്ത, സമാധാനത്തോടെ ഇരുത്താത്ത ഒരു പ്രതിയോഗി അവൾക്കെതിരായിട്ടുണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എവിടെ പ്രതികൂലമുണ്ടാകുമോ, എവിടെ പ്രതിസന്ധി ഉണ്ടാകുമോ, എവിടെ, ഹല്ലേലൂയ, നിന്ദിക്കപ്പെടുന്നു, എവിടെ അപമാനിക്കപ്പെടുന്നു, അവിടെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രയോജനമുള്ളവരായി തീരുന്നത്. സമയം അതിക്രമിച്ചു പോകുന്നതുകൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, അടുത്ത് പുതിയ നിയമത്തിലാണ്, എന്നാൽ പഴയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഭാഗങ്ങളൊന്നും എടുത്ത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വേഗത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഇസ്രായേലില്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, എലിസബത്തും അവളുടെ ഭർത്താവ് ഒരു പുരോഹിതനും ആയിരുന്നല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. അവര് ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ ഉള്ളവരായിരുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന. സ്തോത്രം, ലൂക്കോസ് സുവിശേഷം 1:6 അവിടെ ഇങ്ങനെ പറയുന്നത്, ഇരുവരും ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ കൽപ്പനകളിൽ ന്യായങ്ങളിൽ കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. ഹല്ലേലൂയ. സക്കറിയ പുരോഹിതൻ പ്രായമുള്ള ആളായിരുന്നു. അതേ, സ്തോത്രം, എലിസബത്ത് വളരെ പ്രായം ചെന്നവരായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവര് കാലാകാലങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്തിന്?
തലമുറയ്ക്ക് വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് ഹല്ലേലൂയ നമ്മള് ദൈവവചനം പറയുമ്പോൾ പഠിക്കുമ്പോൾ അതിന്റെ 1:13 പറയുന്ന ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയില് നാളുകൾ പ്രാർത്ഥിച്ചു ഇരുന്ന സക്കറിയാവിനും എലിസബത്തിനും അവരെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് കിട്ടിയിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം സ്നാപയോഹന്നാനെ കുറിച്ച് ദൈവത്തിന്റെ ദൂതൻ ഇതാണ് സ്തോത്രം. അവൻ ജനിക്കുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാകും, നിനക്ക് ഉല്ലാസമുണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ എന്ത് ചെയ്യും? അതെ, ഹല്ലേലൂയ, പലരും സന്തോഷിക്കും. ഇന്നത്തെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്കൂളുകളിലും കോളേജുകളിലും സ്തോത്രം, ഹല്ലേലൂയ അതേ സ്തോത്രം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് സ്തോത്രം, ഹല്ലേലൂയ അതേ അധ്യാപകരെടുത്തും ഹല്ലേലൂയ മറ്റ് സഹപാഠികളെടുത്തും ക്രൂരത ചെയ്ത് സ്തോത്രം, ഹല്ലേലൂയ 5-6 പേരായിട്ട് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠിയായ ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊല്ലുന്ന ഒരു തലമുറ. അവർ പറയുന്ന ഒരു കാര്യം ഇതാണ് സ്തോത്രം, ഹല്ലേലൂയ, അവനെ തച്ചു കൊന്നാൽ നമ്മുടെ പേരിൽ കേസ് നിലനിൽക്കത്തില്ല. നന്നായിട്ട് അവർക്ക് നിയമം അറിയാം സ്തോത്രം. അവർ മൈനർ ആയതുകൊണ്ട് അവർ ജയിലിൽ കിടക്കേണ്ടി വരത്തില്ല, അല്ലെങ്കിൽ വലിയ ശിക്ഷകളൊന്നും ഏൽക്കേണ്ടി വരത്തില്ല. ഞാൻ ഇന്നത്തെ ഗവൺമെന്റിനെ കുറ്റം പറയുന്നതല്ല സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായിരുന്നാലും ഹല്ലേലൂയ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അതേ സ്തോത്രം വിദ്യാഭ്യാസം അല്പം പോലും തൊട്ട് തീണ്ടിട്ടില്ല എന്ന് നമുക്ക് അവകാശം പറയുവാനുള്ള അതേ സ്തോത്രം ഗവൺമെന്റ് സ്തോത്രം ഈ കൊലപാതകിയായിരിക്കുന്ന 5 പേർക്കും അല്ലെങ്കിൽ 6 പേർക്കും പരീക്ഷ എഴുതുവാനുള്ള അവസരം കൊടുക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്നവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. ഞാൻ അതൊക്കെ പോട്ടെ, ഞാൻ പറയട്ടെ സ്തോത്രം, ഇങ്ങനെ പലവിധമായ വയലൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ, ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ സ്തോത്രം, ഹല്ലേലൂയ ഇവിടെ പ്രാർത്ഥിക്കുന്ന അതേ സ്തോത്രം മാതാവിനും പിതാവിനും കിട്ടിയിരിക്കുന്ന ഈ പൈതലിനെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജനനം, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം ഈ ലോകത്തിന് കാഴ്ചവെച്ചിരിക്കുന്ന സേവനങ്ങളെ കുറിച്ച് നമുക്ക് എത്രത്തോളം സന്തോഷിക്കുവാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഒത്തിരി പേരുണ്ട് പറഞ്ഞ് സമയം കളയുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഈ ശമൂവേലിന്റെ ശുശ്രൂഷ നിമിത്തം ഹല്ലേലൂയ അതേ സ്തോത്രം ജനം മുഴുവനും സന്തോഷിച്ചില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അത് ഇസ്രായേൽ മക്കൾക്ക് ആനന്ദമുണ്ടായിരുന്നില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വേഗത്തിലേക്ക് കടക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ പലരും അതേ സന്തോഷിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത 15ാം വാക്യത്തിൽ പറയുന്നു, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും അവൻ കുടിക്കുകയല്ല. ജനിക്കുന്നതിന് മുമ്പേ ദൈവം അവനെ കുറിച്ച് പറയാണ്, നിങ്ങൾ കാലാകാലങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് നിങ്ങൾക്ക് ജനിക്കുവാൻ പോകുന്ന ആ മകൻ അല്ലെങ്കിൽ പൈതല് അവന്റെ ജീവിതത്തിൽ വീഞ്ഞും മദ്യവും കഴിക്കത്തില്ല. ഇപ്പം വീഞ്ഞും മദ്യവും മാത്രമല്ല, നല്ല സിന്തറ്റിക് ആയിട്ടിരിക്കുന്ന അതേ മയക്കുമരുന്നുകള് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. LPS സ്കൂളിൽ പഠിക്കുന്ന, UPS സ്കൂളിൽ പഠിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ, ഹൈസ്കൂളുകളിലും കോളേജുകളിലും ഇതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ നമ്മുടെ തലമുറ സ്തോത്രം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നേരോടെ വളരുവാനിടയെ തീരും. ഇവിടെ സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ് സ്തോത്രം, ഹല്ലേലൂയ, അമ്മയുടെ ഗർഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയും. ഇനി അവന്റെ ശുശ്രൂഷയെ കുറിച്ച് 1:16 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ പറയുന്നു, അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്തുവാണ് സ്തോത്രം, ഹല്ലേലൂയ, മലാക്കി പ്രവചനവും മത്തായിയുടെ സുവിശേഷവുമായിട്ടുള്ള കാലം നമ്മൾ പഠിക്കുമ്പോൾ
400ഓളം സംവത്സരം ദൈവജനത്തോട് യാതൊരു ഇടപാടുമില്ലാത്ത ഒരു അന്ധകാര യുഗം, ഇരുണ്ട യുഗം എന്ന് പറഞ്ഞിട്ട് ഇരുന്ന ഒരു കാലം. നേരത്തെ ഹന്നയുടെയും എൽക്കാനയുടെയും ഒക്കെ കാലം ഞാൻ പറഞ്ഞു, അതും ഒരു വല്ലാത്ത തലമുറയായിരുന്നു. ശുശ്രൂഷകന്റെ മക്കള് തോന്നിവാസികളായിട്ട് ജീവിക്കുന്ന കാലമായിരുന്നു ഏലി പുരോഹിതന്റെ. ഇവിടെ അത് കഴിഞ്ഞിട്ട് സ്തോത്രം ഹല്ലേലൂയ മലാക്കി പ്രവചനം കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ മത്തായി സുവിശേഷം വരെയുള്ള ഏകദേശം 400 വർഷം ഇരുണ്ട യുഗം. ശരിയായ നിലയിൽ ദൈവവചനം, അതേ ദൈവജനത്തോട് ഇടാതിരുന്ന കാലം. നേരത്തെ സ്തോത്രം ഹല്ലേലൂയ ശമൂവേൽ ബാലന്റെ കാര്യത്തിൽ പറയുന്നു, അക്കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനങ്ങളും വെളിപ്പാടും ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന കാലമാണ് വഷളത്വം നിറഞ്ഞ കാലമായിട്ട് വരുന്നത്. ഇവിടെ സ്തോത്രം ഹല്ലേലൂയ ഇങ്ങനെയുള്ള കാലത്താണ് ഹന്ന ദൈവസന്നിധി പ്രാർത്ഥിച്ചതുപോലെ ഇവിടെ എലിസബത്തും സക്കറിയാവും ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടാണ് ദൂതൻ ഇറങ്ങി വന്നിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അപ്പോ അങ്ങനെ മറുപടിയായിട്ട് കിട്ടിയിരിക്കുന്ന ഈ മകൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ചെയ്യുന്ന കാര്യം എന്തുവാണ്? പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ ആ തലമുറ അകന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ അതേ സ്തോത്രം ഹല്ലേലൂയ നേരത്തെ ആ സഹോദരനെ കുറിച്ച് പാട്ടുപാടി സഹോദരനെ കുറിച്ച് സഹോദരി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവാസനൊക്കെ ഇങ്ങനെ പറഞ്ഞ സ്തോത്രം, അവൻ ആയിരിക്കുന്ന സ്ഥലത്ത് അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ സ്തോത്രം ഇവിടെ സ്നാപകയോഹന്നാൻ അനേകരെ കർത്താവിലേക്ക് തിരിക്കുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്ന 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന എന്താണ്? അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി, അതായത് യേശു ക്രിസ്തുവിന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും നടക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായിട്ട് ഹല്ലേലൂയ പുരോഹിതന്മാരെ, ന്യായശാസ്ത്രിമാരെ, പരീശന്മാരെ, ശതാധിപന്മാരെ ആരെയൊക്കെ കണ്ണിൽ കണ്ടാലും അവരെ സർപ്പസന്തതികളെ എന്നും വെള്ളതേച്ച ശവക്കല്ലറകളെ എന്ന് ധൈര്യസമയത്തോടെ ഹല്ലേലൂയ സ്തോത്രം അണലി കുഞ്ഞുങ്ങളെ എന്നൊക്കെ വിളിക്കുവാനുള്ള അധികാരത്തിന്റെ ശുശ്രൂഷയുമായിട്ട് വരുന്ന ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ വഴി ഒരുക്കുവാൻ, അവന്റെ പാതകളെ നേരെയാക്കുവാൻ തക്കവണ്ണം അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലായി തീരുവാൻ, ഒരു മനുഷ്യനായി തീരുവാൻ, ഒരു അഭിഷിക്തനായി തീരുവാനിടയെ തീർന്നു. എങ്ങനെ? ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് വർഷങ്ങൾ കാലാകാലങ്ങൾ പ്രാർത്ഥിച്ച് പ്രാപിച്ച ആ ദൈവ പൈതൽ. സ്തോത്രം ഹല്ലേലൂയ. അവന്റെ ഈ ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുവാനിടയിൽ തീർന്നു. ഞാൻ ഇതിനോട് വേഗത്തില് 1-2 കാര്യങ്ങളോട് പറഞ്ഞിട്ട് വേഗത്തില് ഈ വിഷയം അവസാനിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ഓവർ കോൺഫിഡൻസ് ഉള്ളവരാണ്. നമ്മുടെ മക്കള് നല്ലവരാണ്, അവരൊരു തെറ്റിലും അകപ്പെടത്തില്ല. ആരെങ്കിലും അവരുടെ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ നമ്മളടുത്ത് ഒന്ന് ബോധ്യപ്പെടുത്തി വരുമ്പം പറയും, എൻ്റെ കുഞ്ഞിനെ കുറിച്ച്, എൻ്റെ മോനെ കുറിച്ച്, എൻ്റെ മോളെ കുറിച്ച് അങ്ങനെ പറയരുത്, അവനെ ഞാൻ നന്നായിട്ട് വളർത്തുകയാണ്. സ്തോത്രം. ഈ ഇടയ്ക്ക് അത് സ്തോത്രം സ്കൂളിൽ നേരെ ചൊവ്വേ പഠിച്ചിട്ട് ചെല്ലാത്തതുകൊണ്ട് അടി കൊടുത്ത് അല്ലെങ്കിൽ ശിക്ഷ കൊടുത്ത, അവിടുത്തെ അച്ചടക്കം പാലിക്കാത്തതിന് ശിക്ഷ കൊടുത്ത അധ്യാപകന് നേരെ വന്ന് ചോദ്യം ചെയ്യുന്ന മാതാപിതാക്കള്. നിയമം പോലും ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല, അധ്യാപകർക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല. ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ നേരെ കേസെടുക്കുന്ന നിയമം പോലുമായിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ദൈവവചനത്തിൽ വേഗത്തിൽ 1-2 വാക്യങ്ങളിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സദൃശവാക്യത്തിന്റെ 22:6 പറയുന്നു, ബാലൻ നടക്കേണ്ടെന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. സദൃശവാക്യത്തെ 13:24 പറയുന്നു, വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, മകനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിൽ തന്നെ അവനെ ശിക്ഷിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഈ
കുഞ്ഞിന് വിദ്യാർത്ഥിക്ക് ശിക്ഷ കൊടുത്ത ഹാലലിയ കുഞ്ഞിന്റെ പാരന്റ് വന്നിട്ട് സ്തോത്രം പാരന്റ്സ് വന്നിട്ട് അധ്യാപകരോട് പറയുന്ന ഒരു കാര്യം, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഒരു ഈർക്കിൽ കൊണ്ടുപോലും തൊട്ട് നോവിക്കത്തില്ല. നിങ്ങളെ അടുക്കലേക്ക് കുഞ്ഞുങ്ങളെ വിടുന്നത് അതേ നിങ്ങൾക്ക് തല്ലിക്കൊല്ലാനല്ല, നിങ്ങൾ പഠിപ്പിക്കേണ്ടവർ പഠിപ്പിച്ചാൽ മാത്രം മതി. സ്തോത്രം ഹാലലിയ. ഇവിടെ എന്താ പറയുന്നത്? ഇവരൊരു ഈർക്കിൽ പോലും കൊണ്ട് കുഞ്ഞുങ്ങളെ തല്ലിയിട്ടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം ഹാലലിയ. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ബാലൻ നടക്കേണ്ടെന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, മൃത്തനായാലും അത് വിട്ടു മാറുകയില്ല എന്ന് മാത്രമല്ല, അടുത്ത് പിന്നെയും പറഞ്ഞിരിക്കുന്ന, വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ എന്ത് ചെയ്യുന്ന? പകയ്ക്കുന്നു. മക്കളുടെ തോന്നിയവാസത്തിന് കൂട്ടുനിൽക്കുന്ന മാതാപിതാക്കൾ അവരെ എന്ത് ചെയ്യുന്നു? സ്തോത്രം ഹാലലിയ. സത്യത്തിൽ അവരെ പകയ്ക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏലി തൻ്റെ മക്കളെ സ്തോത്രം ഹാലലിയ അത് നേരായ മാർഗത്തിൽ ഉപദേശിച്ച് വഴി നടത്തിയില്ല. അതേ അവസാന ഘട്ടങ്ങളിൽ പറയുന്നു, മക്കളെ നിങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ ചെവിയിൽ കേൾക്കുന്നത് അത്ര നല്ല കാര്യമല്ല, ഇത് കേട്ടിട്ട് എനിക്ക് വേദനിക്കുന്നു. സ്തോത്രം. അതേ കൃഷിക്കാരിങ്ങനെ പറയാറുണ്ട്, കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല. അങ്ങ് പ്രായപൂർത്തിയായിട്ട് ഓരോ ക്രിമിനൽ സ്വഭാവത്തിലും ക്രൈമുകൾ ചെയ്യുമ്പോൾ അപ്പോൾ സ്തോത്രം ഹാലലിയ അതേ സ്തോത്രം മക്കളെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം ഹാലലിയ. അതേ സ്തോത്രം ഹാലലിയ എന്താ പറയുന്നത്? വടി ഉപയോഗിച്ച് അല്ലെങ്കിൽ തക്ക സമയത്ത് അവന് ശിക്ഷ കൊടുത്താൽ അവനെ സ്നേഹിക്കുന്ന ചെറുപ്പത്തിൽ തന്നെ അവന് ശിക്ഷ കൊടുക്കുന്നു. 23 സദസ്യവാദി 23:13 പറയുന്നു, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. പ്രൈസ് ലോർഡ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കുന്നു. സ്തോത്രം ഹാലലിയ. പാപികളുടെ പ്രാണൻ അധമപാതാളത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഹാലലിയ അവനെ അതിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ അവൻ ബാലനായിരിക്കുന്ന സമയത്ത് വടിയെടുത്ത് നല്ല ശിക്ഷ കൊടുക്കണം. സ്തോത്രം ഹാലലിയ. അത് കുഞ്ഞുങ്ങൾ സ്തോത്രം ഹാലലിയ 5 വയസ്സ് വരെ അവരുടെ സാമ്രാജ്യം എന്ന ഭവനത്തിലാണ്. ഈ ഭവനത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് സ്തോത്രം ഹാലലിയ അതേ സ്തോത്രം അതേ മക്കളെ പത്തി ഉപദേശത്തിലും അതേ ശിക്ഷയിലും വളർത്തണം. സ്തോത്രം ഹാലലിയ. അത് കഴിഞ്ഞിട്ട് സ്തോത്രം അവരെ സ്കൂളിൽ ഏൽപ്പിക്കുമ്പോൾ അവരെ കുടുംബത്തിൽ നിന്ന് കുഞ്ഞായിരിക്കുമ്പോൾ കിട്ടിയ ശിക്ഷകളുണ്ടല്ലോ, അത് വെച്ച് അവിടെയും ഭയമുണ്ടാകും. അധ്യാപകർക്ക് ശരിക്കും നല്ല കൊട്ടേഷൻ കൊടുക്കുക. സ്തോത്രം ഹാലലിയ. എൻ്റെ മോൻ പണ്ട് പറയുവാനും സ്തോത്രം ഹാലലിയ അധ്യാപകർക്ക് അപ്പൻ കൊട്ടേഷൻ കൊടുക്കുവാന്ന്. ഞാൻ പറയും, പഠിക്കാതെ വന്നാൽ ഹോംവർക്ക് ചെയ്യാതെ വന്നാൽ സ്തോത്രം ഹാലലിയ അതേ ഡിസിപ്ലിൻ പാലിച്ചില്ലെങ്കിൽ നല്ല ശിക്ഷ കൊടുക്കുക. സ്തോത്രം ഹാലലിയ. ഞാനും വൈഫും കൂടെ ചെന്ന് അവളധികം പറയത്തില്ല, ഞാൻ നന്നായിട്ട് കൊട്ടേഷൻ കൊടുക്കുക. സ്തോത്രം ഹാലലിയ. അധ്യാപകർ അതിശയിച്ചിട്ടുണ്ട്. സ്തോത്രം ഹാലലിയ. പറയും, നിങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിലാണോ? അപ്പോൾ സ്തോത്രം ഹാലലിയ അവന് 2021 അവൻ ജനിക്കുന്നത്. അപ്പൊ 21-ാം നൂറ്റാണ്ടിലുള്ള കുഞ്ഞാണ്. സ്തോത്രം ഹാലലിയ 2001 അവൻ ജനിക്കുന്നത്. അതേ സ്തോത്രം 21-ാം നൂറ്റാണ്ടില് വളരുന്ന കുഞ്ഞാണ്. അധ്യാപകർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ന് കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചാൽ മാതാപിതാക്കൾ കൂട്ടത്തോടെ വരുന്ന ചോദിക്കുന്നവരാണ്. ഇത് ഞങ്ങൾ പറഞ്ഞു, ഒരിക്കലുമില്ല. അവരെ ശിക്ഷിച്ച് വളർത്താനാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, ഞങ്ങളും പഠിച്ചിരിക്കുന്നത്. സ്തോത്രം ഹാലലിയ. അപ്പൊ മക്കൾക്ക് നന്നായിട്ട് ശിക്ഷ കൊടുക്കുക, മക്കളെ നന്നായിട്ട് സ്തോത്രം ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കുക, അതനുസരിച്ച് വളർത്തുക. സ്തോത്രം ഹാലലിയ. ഇനി എടുത്തു വായിക്കാൻ സമയമില്ല, അതുകൊണ്ട് വേഗത്തിൽ 1-2 കാര്യങ്ങളൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം ഹാലലിയ. ഈ സമൂഹ സ്തോത്രം ഹാലലിയ സ്തോത്രം സ്നാപകന്റെ മാതാവിനെ പിതാവിനെ കുറിച്ച് പറയുന്ന അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ല സാക്ഷ്യമുള്ളവരും ദൈവത്തിന്റെ കൽപ്പനകളും നിയമങ്ങളും നന്നായി പാലിച്ചു പോകുന്നവരുമാണ്. ഇനി സ്തോത്രം ഹാലലിയ സ്തോത്രം പൗലോസ് അപ്പോസ്തലനും കൂട്ടരും കൂടെ എഫെസോസിലാണെന്ന് തോന്നുന്നു. സ്ഥലം ഞാൻ നന്നായിട്ട് ഓർക്കുന്നില്ല. അവിടെ ചെല്ലുന്ന സമയത്ത് ഹാലലിയ ഒരു
അപ്പൻ യവനനും അമ്മ യഹൂദയാണ്. അതേ സ്തോത്രം. ആ കുടുംബത്തെ കണ്ടു. അവിടെ ഒരു മകനുണ്ടായിരുന്നു, അതാണ് തിമോത്തിയോസ്. ആ തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്, സ്തോത്രം ഹല്ലേലൂയ, അവനിലൊരു വിശ്വാസമുണ്ട്. അവനിൽ എന്തുണ്ട്? അവനിൽ ഒരു വിശ്വാസമുണ്ട്, നിർവ്യാജമായ വിശ്വാസം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു തികഞ്ഞ വിശ്വാസം. ആ വിശ്വാസം ഹല്ലേലൂയ ആരിലുണ്ടായിരുന്നു? നിന്റെ അമ്മയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ കടത്തി പറയാണ്, നിന്റെ വലിയമ്മച്ചിയുടെയും ആ വിശ്വാസം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവർ തലമുറയായിട്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തരും വിശ്വാസമുള്ളവരും മാതൃകയുള്ളവരുമായിട്ട് അവർ ജീവിച്ചിരുന്നത് കൊണ്ട്, സ്തോത്രം ഹല്ലേലൂയ, അവര് സ്തോത്രം ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായിട്ട് തിമോത്തിയോസിന് ദൈവസന്നിധിയിൽ നിൽക്കുവാനിടയെത്തുന്നു. സ്തോത്രം ഹല്ലേലൂയ. അപ്പം നമ്മള് മക്കളെ ശിക്ഷിച്ചാൽ മാത്രം പോരാ, മക്കളെ ദൈവവചനം പഠിപ്പിച്ചാൽ മാത്രം പോരാ, മക്കളുടെ മുൻപിൽ മാതൃകയുള്ളവരായി നിൽക്കുക. സ്തോത്രം. ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാമത് എടുത്ത വായിച്ച വാക്യത്തിൽ നിന്ന് നമുക്ക് തൊടാനേ പറ്റിയിട്ടില്ല. അതേ സ്തോത്രം. അല്ല, ഒറ്റ വാക്കിൽ, ഒറ്റ സെന്റൻസിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. എന്താണ് സ്തോത്രം? മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, ഞാൻ അതിനെ പിശാച് വരുന്നില്ലെന്ന് തന്നെ പറയുന്നു. ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ക്രൈമുകളെല്ലാം പൈശാചികമാണെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ സമൂഹത്തെ തകർക്കുമ്പോൾ, നമ്മുടെ തലമുറയെ തകർക്കുമ്പോൾ, മോഷ്ടിക്കുമ്പോൾ, അറുക്കുമ്പോൾ, മുടിക്കുമ്പോൾ, നശിപ്പിക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ അരുമനാഥനായ കർത്താവ് ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്. എങ്ങനത്തെ ജീവൻ ഉണ്ടാകേണ്ടതിന്? സമൃദ്ധിയായ ജീവൻ ഉണ്ടാകേണ്ടതിന്. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിലെ കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് നമുക്ക് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്, നമുക്ക് സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകേണ്ടതിന് നമ്മുടെ അരുമനാഥനായ കർത്താവ് നമുക്ക് വേണ്ടി എത്രത്തോളം കഷ്ടമനുഭവിച്ചു. സ്തോത്രം ഹല്ലേലൂയ. നമ്മെ മോഷ്ടിക്കുന്നവരായി, അറുക്കുന്നവരായി, മുടിക്കുന്നവരായി, തകർക്കുന്നവരായി, നശിപ്പിക്കുന്നവരായി വരുവാൻ വേണ്ടി സാത്താൻ ഒറ്റ കാര്യമേ ചെയ്തതുള്ളൂ, അവൻ നിഗളിച്ചു. ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വചനങ്ങൾക്കും വിരുദ്ധമായിട്ട് ഹല്ലേലൂയ നിന്നു എന്നാണ് നമുക്ക് വേദപുസ്തകത്തിൽ പഠിക്കുവാൻ കഴിയുന്നത്. എന്നാൽ നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, സ്തോത്രം ഹല്ലേലൂയ, ഒന്ന് പുറകെ ഹല്ലേലൂയ, സ്തോത്രം 40 അടി, ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, അത് സ്തോത്രം ഹല്ലേലൂയ ഗബദ എന്ന പറഞ്ഞ സ്ഥലത്ത് വെച്ച്, സ്തോത്രം ഹല്ലേലൂയ അവന്റെ ഉദരഭാഗം ഹല്ലേലൂയ കൽത്തളത്തിൽ വെച്ച് അത് കമിഴ്ത്തി വെച്ചിട്ട് ഒരു പടയാളി അപ്പുറത്തുനിന്നും ഒരു പടയാളി ഇപ്പുറത്തുനിന്നും, സ്തോത്രം ഹല്ലേലൂയ അവനെ, സ്തോത്രം ഹല്ലേലൂയ ആഞ്ഞടിക്കുവാനിടയെത്തിയിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഈ അടിയെല്ലാം ഏറ്റവനായി അവനെ വെറുതെ വിടുവാൻ ഇടയായി തീരുമെന്ന് പീലാത്തോസ് വിചാരിച്ചിരുന്നു. എന്നാൽ സ്തോത്രം ജനമൊന്നടങ്കം പറഞ്ഞു, ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക. സ്തോത്രം ഹല്ലേലൂയ. അതേ സ്തോത്രം ഹല്ലേലൂയ. അവനെ എടുക്കുവാൻ കഴിയാത്ത പച്ചപ്പൈമന കുരിശുമായിട്ട് അതേ കാൽവരിയിലേക്ക് നടക്കുവാണ്. സ്തോത്രം ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ഞാനും നിങ്ങളും അതേ സ്തോത്രം നരകത്തിലേക്ക് പോകാന്നുള്ള സ്ഥാനത്ത്, ഞാനും നിങ്ങളും പാതാളത്തിലേക്ക് പോകാനുള്ള സ്ഥാനത്ത്, എൻ്റെ നിങ്ങളുടെ ആത്മാവ് അതേ നശിച്ചു പോകാന്നുള്ള സ്ഥാനത്ത് എനിക്ക് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ അതേ നിത്യതയിൽ കർത്താവിനോടുകൂടെ കോടാനുകോടി വർഷങ്ങൾ കർത്താവിനോടുകൂടെ ചേർന്ന് വസിക്കുവാൻ, നമുക്ക് ജീവനും സമൃദ്ധിയായ ജീവനും ഏൽക്കുവാൻ ഉണ്ടാകുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പരമയാഗമായി തീരുവാനിടയെത്തുന്നു. അവൻ നമുക്ക് സമൃദ്ധിയായ ജീവൻ നൽകി. ഹല്ലേലൂയ. ഈ നാളുകളിൽ ആ അരുമനാഥനായ കർത്താവിനെ മറ്റുള്ളവരെടുത്ത് ഷെയർ ചെയ്യുവാൻ നമുക്ക് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്
ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ഒരുക്കമുള്ള ഒരു ജനത്തെ ഹല്ലേലൂയ ഒരുക്കുവാൻ നമ്മയും ഹല്ലേലൂയ സ്നാപക യോഹന്നാനെ പോലെ കർത്താവ് ഉപയോഗിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ സ്തോത്രം ചുരുക്കുന്നു. അല്പസമയം മുന്നോട്ട് പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം ഹല്ലേലൂയ. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. സ്തോത്രം ഹല്ലേലൂയ. ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഹല്ലേലൂയ പ്രിയ ഡെന്നി ബ്രദറിന്, ശിശു സിസ്റ്റർക്ക്, പ്രിയ മാധവനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.